സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ വൈറ്റ് ഹിൽ. ശുക്രേട്ടാ, കമലം ആഹ്ലാദത്തോടെ വിളിച്ചു. ഒപ്പം അവരുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു ചെന്നു. അവിടെ മുറ്റത്ത് ഒരു പഴയ മെറ്റഡോർ വാൻ കിടക്കുന്നു. ശുക്രേട്ടൻ വണ്ടിയിലാണോ വന്നത്? വസുമതി തിരക്കി. അതെ, ഒരത്യാവശ്യമുണ്ടായി. അയാൾ ചെരുപ്പൂരി പുറത്തിട്ടിട്ട് അകത്തേക്ക് കയറി. തോൾ സഞ്ചി മേശപ്പുറത്ത് വെച്ചു. പിന്നെ കാവി ജുബയുടെ കഴുത്തൊന്നിളക്കിയിട്ട് കൊണ്ട് കസേരയിലിരുന്നു. എന്തിയെ പിള്ളേര്, ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ? രാധയുടെ ശബ്ദം. ശുക്രൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു. അവൾക്കൊപ്പം കാജലും വിസ്മയും. മൂവരും എഴുന്നേറ്റ് വരുന്ന പടിയാണ്. ഇത്ര രാവിലെ അങ്കിൾ എവിടുന്നാ വരുന്നത്? ചോദിച്ചത് വിസ്മയാണ്. ശിവഗംഗയിൽ നിന്ന്. അയാൾ കാവി ഷാൾ കൊണ്ട് മുഖം തുടച്ചു. ഇത്തിരി കാപ്പി എടുക്കട്ടെ ശുക്രേട്ടാ? കമലം പിന്തിരിയാൻ ഭാവിച്ചു. വേണം. കമലം അടുക്കളയിലേക്ക് പോയി. അവിടുന്ന് വണ്ടിയിലാണോ വന്നത്? വിസ്മയ്ക്ക് വിടാനുള്ള ഭാവമില്ല. ആ, അത്രയ്ക്ക് അത്യാവശ്യമാ. അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് പന്തികേട് തോന്നി. കമലം കാപ്പി കൊണ്ടുവന്നു. മണ്ഡലക്കാലമായതിനാൽ നല്ല തണുപ്പ്. ശുക്രൻ ഒരിറക്ക് കാപ്പി കുടിച്ചു. മറ്റുള്ളവർ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ശുക്രൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. അയാൾ കാപ്പിക്കപ്പുമായി പുറത്തേക്കിറങ്ങി അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് വീരലക്ഷ്മിയായിരുന്നു. എന്താടി? അയാൾക്ക് ഉത്കണ്ഠ തോന്നി. ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന നമ്മുടെ ആളുകളെ പോലീസ് കൊണ്ടുപോയി. എപ്പോൾ? ശുക്രൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വെളുപ്പിന് 3 മണി കഴിഞ്ഞെന്ന് അറിഞ്ഞത്. പോലീസിന് അത്രയ്ക്ക് ധൈര്യമോ? അയാൾ മൂർച്ചയുള്ള ശബ്ദം താഴ്ത്തി. നീ ഫ്രെഡിയെ വിളിച്ചില്ലേ? വിളിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടുത്തെ പോലീസ് അല്ലെന്ന്. പിന്നെ കേരള പോലീസ്. അവർ അറിഞ്ഞത് മുഴുവൻ പറഞ്ഞു. തൻ്റെ ശിരസിൽ ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു വീണതുപോലെ ശുക്രൻ പകച്ചു. അപകടത്തിൻ്റെ തീവണ്ടി പാഞ്ഞു വരുന്നത് അയാൾ ഭാവനയിൽ കണ്ടു. ശുക്രൻ്റെ കയ്യിലിരുന്ന കാപ്പിക്കപ്പ് വിറച്ചു തുളുമ്പി. പോലീസ് ചോദ്യം ചെയ്താൽ അവരെ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടത് താനാണെന്ന് തെളിയും. ഇവിടെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ കുമളി കടന്നു പോയിട്ടുണ്ടെങ്കിൽ. 3 മണി. അയാൾ കണക്ക് കൂട്ടി. അവിടെ നിന്ന് തേനിയിലെത്താൻ രാവിലെ ആയതുകൊണ്ട് 2.5 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വന്നില്ല. തേനി കുമളി 60 കിലോമീറ്ററിന് 1 മണിക്കൂർ. ശുക്രൻ പെട്ടെന്ന് സമയം നോക്കി. 6:15. അവർ കുമളി കടന്ന് പോന്നിരിക്കുമോ? അതല്ല, ബോഡിമെട്ട് വഴിയാണെങ്കിൽ കേരളത്തിലെത്തിയിട്ടുണ്ടാവും. അധിക നേരം ഇവിടെ കഴിയുന്നത് ആപത്താണെന്ന് ശുക്രൻ്റെ മനസ്സ് പറഞ്ഞു. പോലീസ് ഇവിടെ എത്തിയാൽ, അതല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള വിവരം യാസർ അഹമ്മദ് തമ്പുരാനെ അറിയിച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നെ വിളിക്കാമടി. അയാൾ കോൾ കട്ട് ചെയ്തു. ശുക്രൻ്റെ ചലനങ്ങൾക്ക് വേഗതയേറി. അയാൾ വേഗം വീട്ടിനുള്ളിലേക്ക് കയറി. വാതിൽക്കൽ നോക്കി നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ. നിങ്ങളെല്ലാവരും എത്രയും വേഗം എൻ്റെ കൂടെ വരണം. സിദ്ധാർത്ഥൻ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി, അയാൾ അറിയിച്ചു. എല്ലാവരിൽ നിന്നും ഒരേപോലെ അത്ഭുത ശബ്ദം പുറത്തു വന്നു. വിസ്മയുടെ ശരീരത്തിലൂടെ ഒരു കുളിർ കാറ്റ് പാഞ്ഞുപോയി. എവിടാ ശുക്രേട്ട എൻ്റെ മോൻ? കമലം തേങ്ങി. ശിവഗംഗയിൽ. അവിടെയല്ലേ ചന്ദ്രേട്ടൻ? കമലത്തിൻ്റെ വാക്കുകൾ ഗദ്ഗതത്തിൽ മുറിഞ്ഞു. അവിടെ തന്നെ. കൂടുതൽ വിശദീകരണത്തിനൊന്നും ഇപ്പോൾ നേരമില്ല. എത്രയും വേഗം പുറപ്പെടണം, അല്ലെങ്കിൽ സിദ്ധുവിൻ്റെ ജീവന് തന്നെ അത് ആപത്താ. അയാൾ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തുടർന്നു. അല്ലെങ്കിൽ ഇനി ഒരിക്കലും നമുക്കവനെ ഇന്നത്തെ രൂപത്തിൽ കാണാനായില്ല എന്ന് വരും. ഒന്നുകിൽ അവൻ ഒരു കൊടും ക്രിമിനലായി ഇരുമ്പഴിക്കുള്ളിലാകും, അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടും. അന്യനാടല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നടുക്കത്തിൻ്റെ ഒരു വല വന്ന് മൂടിയതുപോലെ നിൽക്കുകയാണവർ. എന്താ അവൻ അവിടെ കാണിച്ചു കൂട്ടുന്നത്? ചോദിച്ചത് വസുമതിയാണ്. ശുക്രൻ ഒരു നിമിഷം ചിന്തിച്ചു. നേരത്തെ മനസ്സിൽ കരുതി വെച്ചിരുന്ന ഒരു കഥ ചുരുക്കി പറഞ്ഞു. ചന്ദ്രശേഖരൻ ഒരു റോൾസ് റോയ്സ് കാറിലല്ലേ അന്ന് വന്നത്? അത് മോഷണ മുതലാണെന്നും അതോടൊപ്പം 300 പവനും ഉണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞില്ലേ? ആ കാറിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ സിദ്ധാർത്ഥൻ അതിക്രമിച്ച് കയറി. അവരെ മർദ്ദിച്ചു. അയാളുടെ മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവരിപ്പോൾ അവനെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. വലിയ പിടിപാടുള്ള ആളുകളാണ് അവർ പോലീസിൻ്റെ സഹായമൊന്നും തേടത്തില്ല, കൊന്നുകളയും. എൻ്റെ മോൻ. കമലം നെഞ്ചത്തടിച്ചൊന്ന് വിലപിച്ചു. ശുക്രൻ ബാക്കി പറഞ്ഞു. ഒരു മധ്യസ്ഥനെ വിട്ട് ഞാൻ അവരുമായി സംസാരിച്ചു. കാറും സ്വർണവും തിരിച്ചു കൊടുത്താൽ അവർ സിദ്ധാർത്ഥനെ മോചിപ്പിക്കും.
പക്ഷേ സിദ്ധാർത്ഥൻ അവരെ കൊല്ലും എന്ന വാശിയിലുമാ. ഇതൊക്കെ കേട്ട് വിസ്മയുടെ കാതുകൾ കുട്ടിയടയ്ക്കപ്പെട്ടു പോയിരുന്നു. ഒരറക്കവൾ തൻ്റെ ഹൃദയത്തെ രണ്ടായി പിളർത്തിക്കൊണ്ട് ചോരയും മാംസവും തെറിപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധു ഒറ്റ കരച്ചിലായിരുന്നു അവൾ. മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു. നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നാൽ എങ്ങനെയാ? സമയം പോകുന്തോറും അപകടം കൂടും. ശുക്രൻ ധൃതി കൂട്ടി. നമ്മൾ ചെന്ന് ആ വീട്ടുകാരുടെ കാല് പിടിച്ചപേക്ഷിക്കണം. അവരുടെ മനസ്സലിയണം. സിദ്ധുവിനെയും പറഞ്ഞ് ശാന്തനാക്കണം. ഞാൻ മടങ്ങി അവിടെ ചെല്ലും വരെ ഒന്നും സംഭവിക്കില്ലെന്ന് വീട്ടുകാരുടെ ഉറപ്പുണ്ട്. വൈകിട്ട് 4 വരെയാ സമയം. അങ്കിൾ ഈ വിവരം എങ്ങനെ അറിഞ്ഞു? കരച്ചിലിനിടയിൽ രാധിക തിരക്കി. ശുക്രന് ദേഷ്യം വന്നു. അവൾക്ക് ചോദിക്കാൻ കണ്ട നേരം. എങ്കിലും പറഞ്ഞു. അതൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വിശദീകരിച്ചാൽ പോരെ? ഇവിടെ കളയുന്ന ഓരോ നിമിഷവും സിധുവിൻ്റെ ജീവന ആപത്ത്. അങ്കിൾ ഞാനും വരുന്നു. ധൈര്യം സംഭരിച്ചതുപോലെ വിസ്മയെ കണ്ണു തുടച്ചു. നീ മാത്രമാക്കണ്ട, വസുമതിയും പോന്നോട്ടെ. എന്താ? ശരിയേ അമ്മേ, അമ്മയും കൂടി വാ. വിസ്മയ വസുമതിയെ നോക്കി. പറ്റില്ലെന്ന് പറയാൻ അവർക്കായില്ല. അതാണ് നല്ലതെന്ന് ശുക്രൻ അറിയാം. വസുമതി ഇവിടെ നിന്നാൽ താനാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് പുറം ലോകം അറിയും. എല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങാനായി തിടുക്കത്തിൽ അകത്തേക്ക് പോയി. ഗൂഢമായ ഒരു മന്ദഹാസത്തോടെ ശുക്രൻ ഫോൺ എടുത്തു. 6:30 അമ്മൻ കോവിൽ പട്ടി. ഉണർന്ന ഉടനെ സിദ്ധാർത്ഥൻ പെട്ടിക്കുള്ളിൽ നിന്ന് തൻ്റെ സെൽഫോൺ എടുത്ത് ഓൺ ചെയ്യാൻ ഒരുങ്ങി. വീട്ടിലേക്ക് വിളിച്ച് താൻ ഇവിടെയുണ്ടെന്നും ഇവിടുത്തെ വിശേഷങ്ങളും അവരെ അറിയിക്കണം. താൻ എവിടെയാണെന്നറിയാതെയുള്ള അവരുടെ ഉത്കണ്ഠയും പ്രയാസങ്ങളും മാറട്ടെ. പിന്നെ വിസ്മയ താൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ അവൾ കരഞ്ഞു കരഞ്ഞ് ഒരു കോലമായി കാണും. ആ മനസ്സ് തനിക്കറിയാം. നാടും വീടുമൊക്കെ മറന്ന ദിവസങ്ങളായിരുന്നു തൻ്റേത്. ഓർക്കാൻ പറ്റിയ സാഹചര്യങ്ങളായിരുന്നില്ലല്ലോ. രാത്രി ഒരുപാട് ഇരുട്ടിയായിരുന്നു ഉറങ്ങാൻ കിടന്നത്. സീമന്തിനിയാണെങ്കിൽ സിദ്ധാർത്ഥൻ ആരെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അത്ഭുത ലോകത്തായിരുന്നു. കൊച്ചു മുതലാളി തൻ്റെ വീട്ടിൽ, തൻ്റെ മകനെ പോലെ. അക്കാര്യം അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ജോസിൻ്റെ ചായക്കടയിലും ഉത്സവ പ്രതീതിയായിരുന്നു. തൊഴിലാളികൾ സിദ്ധാർത്ഥിൻ്റെ അരികിൽ നിന്നു പിരിഞ്ഞപ്പോൾ 11 മണി കഴിഞ്ഞു. അന്ന് സിദ്ധാർത്ഥനെ വളരെ നിർബന്ധിച്ച് രഘുറാം തൻ്റെ കട്ടിലിൽ കിടത്തി. അവൻ ഒരു പായ് വിരിച്ച് തറയിലും. ഫോൺ ഓൺ ചെയ്ത സിദ്ധാർത്ഥൻ്റെ മുഖം മ്ലാനമായി. ലോ ബാറ്ററി. ഫോൺ പെട്ടെന്ന് ഓഫായി. അവന് നിരാശ തോന്നി. അമ്മയുടെയും പെങ്ങന്മാരുടെയും ശബ്ദം കേൾക്കാൻ കൊതിച്ചപ്പോൾ താനാണെങ്കിൽ അന്നത്തെ തിടുക്കത്തിനിടയിൽ ബാറ്ററി ചാർജറും എടുത്തിട്ടില്ല. ഇവിടെ രഘുറാമിന് ഫോൺ ഇല്ലാതാനും. ഇനി എന്തു ചെയ്യും? പെട്ടെന്ന് അവൻ ഓർത്തു. ജോസിൻ്റെ ചായക്കടയിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥൻ രഘുറാമിനെ നോക്കി. നല്ല ഉറക്കമാണ്. രഘു ഒന്ന് വിളിച്ചതേയുള്ളൂ. രഘുറാം ചാടി എഴുന്നേറ്റു. എന്താ സിദ്ധു? ഞാൻ ജോസേട്ടൻ്റെ കട വരെ പോകുക. ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്യണം. ഞാനും വരാം. അവരിരുവരും കൂടി ജോസിൻ്റെ ചായക്കടയിലെത്തി. ജോസ് ചായ ഇട്ട് തുടങ്ങിയിരുന്നു. ജോസേട്ടാ 2 ചായ, പിന്നെ ഈ ഫോണൊന്ന് ചാർജിലിടണം. സിദ്ധാർത്ഥൻ ചുറ്റും നോക്കി. അതിനെന്താ? ആ അലമാരയ്ക്കരികിൽ ചാർജർ കുത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥൻ ചാർജർ കുത്തി ഫോൺ അലമാര പുറത്ത് വെച്ചു. പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞ് ഫോൺ വീണ്ടും എടുത്തു. ചാർജിലിട്ടുകൊണ്ട് തന്നെ ഉപയോഗിക്കാമല്ലോ. നാട്ടിലുള്ളവരുടെ ശബ്ദം കേൾക്കാനുള്ള തിടുക്കമായി കഴിഞ്ഞിരുന്നു. 6:45 തണ്ണീർമുക്കം. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ 2 ബാഗുകളിലാക്കി അവർ യാത്രക്കൊരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പം വരാം. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ വിസ്മയ തൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു കൊച്ചു പേഴ്സ് എടുത്ത് തൻ്റെ ബാഗിൻ്റെ അടിയിൽ തിരുകി. എങ്കിൽ പുറപ്പെടാം. ശുക്രൻ എഴുന്നേറ്റു. കമലത്തിനും രാധികയ്ക്കും കാജലിനും കൂടി ഒരു ബാഗേ ഉള്ളൂ. രാധിക അത് കയ്യിലെടുത്തു. പൊടുന്നനെ അവളുടെ സെൽഫോൺ ശബ്ദിച്ചു. അവൾ അതെടുത്തു നോക്കി. ഹായ് ചേട്ടൻ. കാറ്റുപോലെ ഒരു ശബ്ദം അവളിൽ നിന്നുയർന്നു. ഇടിമിന്നൽ ഏറ്റതുപോലെ ശുക്രൻ പിടഞ്ഞുപോയി. രാധിക ആഹ്ലാദത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഭാവിക്കുന്നത് അയാൾ കണ്ടു. കൊടുങ്കാറ്റായി അയാൾ മുന്നോട്ട് കുതിച്ചു. രാധികയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു. അങ്കിൾ. രാധിക അമ്പരന്നു. ഫോൺ എടുത്തുകൂടാ, അയാൾ പറഞ്ഞു. ഇവിടുത്തെ സകല ഫോണുകളും പോലീസ് നിരീക്ഷണത്തിലാകും. ഫോൺ എടുത്താൽ സിദ്ധാർത്ഥൻ എവിടെയാണെന്ന് പോലീസ് അറിയും. നമുക്ക് മുമ്പേ അവർ അവിടെ എത്തും. അറിയാമല്ലോ, ഇവിടെ ആമഷാജിയെ കൊന്നത് അവനാണെന്നാ പോലീസ് കരുതുന്നത്. അവരുടെ കയ്യിൽ കിട്ടിയാൽ അവൻ്റെ കാര്യം പോക്കാം. ഒറ്റ ആവേശത്തിലാണ് ശുക്രൻ പറഞ്ഞത്.
അയാളുടെ കയ്യിലിരുന്ന് ഫോൺ ബെല്ലടിച്ച് നിന്നു. അയാൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്തു. നമ്മൾ അവിടെ എത്തും വരെ ഫോൺ ഉപയോഗിക്കേണ്ട. ശുക്രൻ അത് അവൾക്ക് മടക്കി നൽകി. പെട്ടെന്ന് വിസ്മയുടെ ഫോണും ശബ്ദിച്ചു തുടങ്ങി. അതും അവനായിരിക്കും. ശുക്രൻ ദേഷ്യം അമർത്തി. വിസ്മയ ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് നോക്കി. സിധു, കട്ട് ചെയ്തിട്ട് അത് ഓഫാക്കിക്കോ. ശുക്രൻ്റെ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ അവൾക്കായില്ല. എല്ലാവരും പുറത്തിറങ്ങി വീട് പൂട്ടി. 6:50. അമ്മൻ കോവിൽ പട്ടി. രാധികയെയും വിസ്മയെയും വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നപ്പോൾ സിദ്ധാർത്ഥന് സങ്കടമായി. 1-2 തവണ കൂടി ശ്രമിച്ചു നോക്കി. ഫോണുകൾ സ്വിച്ച് ഓഫ്. അവനൊന്നും പിടികിട്ടിയില്ല. ഫോൺ വീണ്ടും അലമാര പുറത്ത് വെച്ചു. ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ടെന്ന് ജോസിനോട് പറഞ്ഞിട്ട് രഘുറാമിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. 6:52. തണ്ണീർമുക്കം. കമലവും വസുമതിയും മക്കളോടൊപ്പം മെറ്റഡോർ വാനിൽ കയറി. ഡ്രൈവറോടൊപ്പം മുൻ സീറ്റിലായിരുന്നു ശുക്രൻ. അപ്പോഴാണ് കമലം ഓർത്തത് തങ്കച്ചനോടോ ബിജുവിനോടോ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഡ്രൈവർ വാൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത നിമിഷം ഒരു ബൈക്ക് വെട്ടിത്തിരിഞ്ഞു വന്നു. ഏവരും തിരിഞ്ഞു നോക്കി. തങ്കച്ചനും ബിജുവും. ഞാനിപ്പോൾ ഇവരുടെ കാര്യം ഓർത്തതേയുള്ളൂ, കമലം പറഞ്ഞു. പക്ഷേ ശുക്രൻ്റെ മുഖം വിളറി. വാനിനരികിൽ ബൈക്ക് നിന്നു. പിന്നിൽ നിന്ന് ബിജു ഇറങ്ങി. അല്ല, സ്വാമിയോ? അവൻ ശുക്രനെ നോക്കി പുഞ്ചിരിച്ചു. എങ്ങോട്ടാ ഇതെല്ലാവരും കൂടി? ബിജു, സിദ്ധാർത്ഥൻ ശിവഗംഗയിൽ ഉണ്ടെന്നൊരു വിവരം കിട്ടി. ഞങ്ങൾ അങ്ങോട്ട് പോകുക. വിസ്മയ പെട്ടെന്ന് പറഞ്ഞു പോയി. ശുക്രൻ അവളെ രൂക്ഷമായി നോക്കി. ബിജുവിൻ്റെ മുഖം തെളിഞ്ഞു. അവൻ ഇനിയും എന്തെങ്കിലും ചോദിച്ചേക്കുമെന്ന് ശുക്രൻ ഭയന്നു. അയാൾ തിടുക്കം കൂട്ടി. ബാക്കിയൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പറയാം. ശുക്രൻ ഡ്രൈവറുടെ തോളിൽ തട്ടി. വിട്. വാൻ മുന്നോട്ട് നീങ്ങി. അത് മെയിൻ റോഡിലെത്തി. വലത്തേക്ക് തിരിഞ്ഞു. അടുത്ത നിമിഷം ഇടത് ഭാഗത്തു കൂടി വന്ന ഒരു പോലീസ് ജീപ്പ് അവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞു. ASI പ്രതാപൻ അതിലിരുന്ന് വാനിലേക്ക് എത്തി നോക്കി. അപ്പോഴേക്കും വാനിൻ്റെ വേഗം കൂടി. തങ്കച്ചൻ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബിജു പിന്നിൽ കയറി. ആ നേരത്ത് പോലീസ് ജീപ്പ് അവർക്കരികിൽ ബ്രേക്ക് ഇട്ടു. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ കോൺസ്റ്റബിൾ പരമേശ്വരക്കുറുപ്പുണ്ടായിരുന്നു. പ്രതാപൻ പുറത്തിറങ്ങി. അടഞ്ഞുകിടക്കുന്ന വീട്ടിലേക്കും അവരെയും മാറി മാറി ശ്രദ്ധിച്ചു. ഇവിടുത്തെ എല്ലാവരും എന്തിയേടാ? അവരിപ്പോൾ അങ്ങോട്ട് പോയതേയുള്ളൂ, തങ്കച്ചൻ അറിയിച്ചു. ആ വാനിലാണോ? അതെ. അവരെങ്ങോട്ടാ പോയത്? പറയണോ വേണ്ടയോ? തങ്കച്ചനും ബിജുവും ഒന്ന് പരിങ്ങി. ചോദിച്ചത് കേട്ടില്ലേടാ? കേട്ടു സാർ. സിദ്ധാർത്ഥൻ എവിടെയോ ഉണ്ടെന്നൊരു സൂചന കിട്ടിപ്പോലും അവർ അങ്ങോട്ട് പോയിരിക്കുക. പ്രതാപനും പരമേശ്വരക്കുറുപ്പും പരസ്പരം നോക്കി. ആ ശുക്രനായിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്നത്? പ്രതാപൻ മീശ തടവി. അതെ. പിന്നെ ഒന്നും പറയാതെ പ്രതാപൻ ജീപ്പിൽ കയറി. ജീപ്പ് മുറ്റത്ത് വട്ടം തിരിഞ്ഞു. തമ്പുരാൻ IPSൻ്റെ നിർദ്ദേശാനുസരണമാണ് അവർ വന്നത്. സിദ്ധാർത്ഥൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വീട്ടുകാരോട് പറയാൻ. സ്റ്റേഷനിലേക്ക് പോകും വഴി പ്രതാപൻ തമ്പുരാനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞാണ് തമ്പുരാൻ്റെ മറുപടി വന്നത്. പ്രതാപ, ആ ശുക്രനെ സൂക്ഷിക്കേണ്ടതാ. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തെ അയാൾ കൊണ്ടുപോയെങ്കിൽ എന്തോ ചതിയുണ്ട്. ഫോളോ ദം. അവർ കോട്ടയം വഴി പോകാനാണ് സാധ്യത. അവരെ ബ്ലോക്ക് ചെയ്യാൻ ഞാനും ശ്രമിക്കാം. സാർ. പ്രതാപൻ വേഗം സ്റ്റേഷനിലെത്തി. 4 പോലീസുകാരെ കൂടി കയറ്റി മെറ്റഡോർ വാൻ പോയ വഴിയെ പാഞ്ഞു. 7 മണി. ശുക്രനും മറ്റും അംബിക മാർക്കറ്റ് പിന്നിട്ടു. അപ്പോൾ ശുക്രൻ്റെ ഫോൺ ഇരമ്പി. അയാൾ തിടുക്കത്തിൽ അറ്റൻഡ് ചെയ്തു. സാബ്. അപ്പുറത്ത് നിന്ന് റൂറൽ SP ഫ്രെഡി അയ്യപ്പിൻ്റെ ശബ്ദം. എന്താടോ? അയാൾ ഒച്ച താഴ്ത്തി. സാബ് ഇപ്പോൾ തണ്ണീർമുക്കത്താണോ? ശുക്രൻ്റെ നെറ്റി ചുളിഞ്ഞു. താൻ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു, പക്ഷേ പ്രശ്നമുണ്ട്. പറയൂ. ശുക്രൻ്റെ കണ്ണുകൾ ഇടുങ്ങി. നിങ്ങളുടെ പിന്നാലെ പോലീസുണ്ട്. ശുക്രൻ ഞെട്ടിപ്പോയി. എങ്കിലും പറഞ്ഞു. ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. അയാൾ ഫോൺ കട്ട് ചെയ്തു. അംബിക മാർക്കറ്റ് കഴിഞ്ഞതും ഇടതുവശം ചേർന്ന് ഒരു കറുത്ത സുമോ വാൻ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളെ നോക്കി ശുക്രൻ ഒന്ന് കണ്ണിറക്കി. അയാൾ പെട്ടെന്ന് സുമോ സ്റ്റാർട്ട് ചെയ്തു. ഒരു നിശ്ചിത അകലത്തിൽ മെറ്റഡോർ വാനിനെ പിന്തുടർന്നു. കുമരകം. ശുക്രൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. വണ്ടി നിർത്ത്. അയാൾ വാൻ ഒതുക്കി നിർത്തി. എല്ലാവരും ഇറങ്ങ്. ഇവിടെയോ? കമലം കൺമിഴിച്ചു. ഇനിയും ഈ വാനിൽ പോയാൽ പോലീസ് നമ്മളെ തിരിച്ചറിയും. സിദ്ധാർത്ഥൻ്റെ വിവരങ്ങൾ ചോരും. ശുക്രൻ ഇറങ്ങി. ആരുടെയും മറുപടിക്ക് കാക്കാതെ പിന്നാലെ വന്ന സുമോ വാൻ കൈ കാണിച്ച് നിർത്തി. എന്താ സാർ? ഡ്രൈവർ യാതൊരു പരിചയവും ഇല്ലാത്തതുപോലെ ചോദിച്ചു. ഒരു ഓട്ടം പോകാമോ? പിന്നെന്താ? ശുക്രൻ തിരിഞ്ഞ് സ്ത്രീകളെ നോക്കി.
എങ്കിൽ ഇതിൽ കയറിക്കോ നിങ്ങൾ. അയാൾ സുമോയുടെ ഡോർ തുറന്നു പിടിച്ചു. സ്ത്രീകൾ അതിൽ കയറി. മുൻ സീറ്റിൽ ശുക്രനും. വീണ്ടും യാത്ര. അവ്യക്തമായൊരു ഭീതി തങ്ങളെ വലയം ചെയ്യുന്നത് പോലെ തോന്നി കമലത്തിനും വസുമതിക്കും. എങ്കിലും ശുക്രൻ കൂടെ ഉള്ളതായിരുന്നു അവരുടെ ധൈര്യം. 7:20 ASI പ്രതാപൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മെറ്റഡോർ വാനിനരികിൽ എത്തി. ജീപ്പ് നിർത്തി. അവർ ചാടിയിറങ്ങി. വാൻ പരിശോധിച്ചു. അതിലാരുമില്ല. പരമേശ്വരക്കുറുപ്പ് അതിൻ്റെ നമ്പർ നോട്ട് ചെയ്തു. TN 60 3020 തേനി രജിസ്ട്രേഷൻ വണ്ടി. പ്രതാപൻ ചുറ്റുപാട് നോക്കിയിട്ട് തെല്ലകലെ കിടന്നിരുന്ന ഓട്ടോ ഡ്രൈവറെ കൈയാട്ടി വിളിച്ചു. ഇങ്ങ് വന്നേടാ. അയാൾ വന്നു. ഈ വണ്ടിയിൽ വന്നവർ എങ്ങോട്ട് പോയിന്ന് കണ്ടോ? കണ്ടു സാർ. പിന്നാലെ വന്ന ഒരു കറുത്ത സുമോയിൽ. പിന്നെ ഈ വാനിൻ്റെ ഡ്രൈവറാണെങ്കിൽ ചേർത്തലയ്ക്കുള്ള വേമ്പനാട്ട് ബസ്സിലും കയറിപ്പോയി. പ്രതാപൻ അപ്പോൾ തന്നെ വിവരം തമ്പുരാൻ IPSനെ അറിയിച്ചു. ശരി, എങ്കിൽ നിങ്ങൾ ആ ഡ്രൈവറെ കിട്ടുമോ എന്ന് നോക്ക്. തമ്പുരാൻ്റെ നിർദ്ദേശം. യെസ് സാർ. പ്രതാപൻ ഓട്ടോ ഡ്രൈവറെ കൂട്ടിക്കൊണ്ടു വേമ്പനാട് ബസ് തേടിപ്പോയി. 7:25 കോട്ടയം. തമ്പുരാൻ്റെ ക്വാർട്ടേഴ്സ്. ശുക്രൻ തന്ത്രപൂർവ്വം കളിക്കുകയാണെന്ന് തമ്പുരാന് മനസ്സിലായി. എത്രയും വേഗം കേരള അതിർത്തി കടക്കാനാവും അയാളുടെ ശ്രമം. അതിന് പറ്റിയ വഴി കുമളി തന്നെയാണ്. തമ്പുരാൻ മണർക്കാട്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം തുടങ്ങിയ എല്ലാ സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് നൽകി. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ വഴി കറുത്ത സുമോകളൊന്നും ചെന്നിട്ടില്ലെന്ന് മറുപടി കിട്ടി. 8:30 കറുത്ത സുമോ വാൻ എരുമേലി റോഡിലൂടെ വന്നു. മുണ്ടക്കയം ടൗണിലേക്കുള്ള ബ്രിഡ്ജിൽ കയറാതെ ആറ്റുതീരത്തുകൂടി നേരെ പോയി. 2ാമത്തെ പാലത്തിലൂടെ കുമളി ഹൈവേയിൽ പ്രവേശിച്ചു. 35-ാം മൈൽ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയതും അകത്തു നിന്നൊരു ജീപ്പ് പാഞ്ഞു വന്നു. ഏയ് സ്റ്റോപ്പ്! SI അലറി. അടുത്ത നിമിഷം സുമോയ്ക്ക് വേഗമേറി. പോലീസ് ജീപ്പും പിന്നാലെ. ബാസ്റ്റാർഡ്സ്! SI തല പുറത്തേക്ക് നീട്ടി പല്ലമർത്തി. പോലീസ് ഡ്രൈവർ ആക്സലറേറ്റർ ആഞ്ഞു ചവിട്ടി. സുമോ മെയിൻ റോഡിൽ നിന്ന് കൂട്ടിക്കലേക്ക് തിരിയുന്ന ഭാഗത്തെത്തിയതും പോലീസ് ജീപ്പ് മുന്നിൽ കടന്നു. റോഡിൽ വട്ടം തിരിഞ്ഞു. സുമോയ്ക്ക് കുറുകെ നിന്നു. അതിൽ നിന്ന് ചാടിയിറങ്ങിയ പോലീസുകാർ നിമിഷത്തിനുള്ളിൽ സുമോ വളഞ്ഞു. ഡ്രൈവർ ഇരുന്ന ഭാഗത്തെ ഡോർ വലിച്ചു തുറന്ന SI അയാളെ വലിച്ച് പുറത്തേക്കിറക്കി. പിന്നെ കൈവീശി കന്നത്തൊന്ന് പൊട്ടിച്ചു. എന്താടാ പോലീസ് വിളിച്ചാൽ വണ്ടി നിർത്താത്തത്? ഡ്രൈവർ മറുപടി പറയുന്നതിന് മുമ്പ് സുമോയ്ക്കുള്ളിലേക്ക് നോക്കി. കോൺസ്റ്റബിൾ അമ്പരപ്പിൽ SIയെ വിളിച്ചു. സർ. SI വണ്ടിക്കുള്ളിലേക്ക് നോക്കി. ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന കുറേ സ്വാമിമാരായിരുന്നു അതിനുള്ളിൽ. SI മിഴിച്ചു നിൽക്കുമ്പോൾ പിന്നാലെ വന്നു കടന്നുപോയ ഒരു ക്വാളീസിലിരുന്ന് ഈ കാഴ്ച കണ്ട് ശുക്രൻ പുഞ്ചിരിച്ചു. 4 വാഹനങ്ങളുമായാണ് താൻ കേരളത്തിൽ വന്നതെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും പോലീസിനില്ല. ശുക്രൻ ഓർത്തു. പോലീസ് പിന്നാലെ വന്നില്ലെങ്കിലും താൻ ഇങ്ങനെ വാഹനങ്ങൾ മാറിയേനെ. ശബരിമല സീസൺ ആയതുകൊണ്ടാണ് ഗുണ്ടകളെ സ്വാമി വേഷം കെട്ടിച്ച് കൂടെ കൂട്ടിയത്. ഇനിയുള്ള യാത്രയിൽ തങ്ങളുടെ സുരക്ഷ ഇവർക്കാണ്. നമ്മൾ ആ സുമോയിൽ വന്നിരുന്നെങ്കിൽ പോലീസ് പിടിച്ചേനെ. ശുക്രൻ പറഞ്ഞത് സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു. ഇനി കുമളി കടക്കണം, ശുക്രൻ മനസ്സിൽ പറഞ്ഞു. 9 മണി. ക്വാറിയിൽ പണിക്ക് പോകുവാൻ സിദ്ധാർത്ഥനും രഘുറാമും ഇറങ്ങി. സീമന്തിനി അത്ഭുതത്തോടെ അവർക്ക് മുന്നിലെത്തി. സിദ്ധുമോൻ ഇനിയും ക്വാറിയിലേക്കാണോ? പിന്നല്ലാതെ. അവൻ ചിരിച്ചു. ജോലി ചെയ്യുന്ന ഒരു തലമുറയാണമ്മേ നമുക്കാവശ്യം. കാര്യമൊക്കെ ശരി തന്നെ. എന്നാൽ ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥനല്ലേ മോൻ? സാധാരണ തൊഴിലാളികളെപ്പോലെ വെയിലത്ത്. അവർക്കത് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്നലെ വരെ ചെയ്ത പണിയല്ലേ. ഇന്നും നാളെയും ഇനി അങ്ങോട്ടും ഞാൻ ഇത് തന്നെ ചെയ്യും. രാവിലെ രഘുറാമും ഇക്കാര്യം അവനോട് സൂചിപ്പിച്ചതാണ്. ഇരുവരും ഇറങ്ങി. നീ നേരെ ഹോസ്പിറ്റലിൽ പോകണം. ഒന്നുമില്ലെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും നിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട്. സിധു രഘുറാമിനെ നോക്കി. സാരമില്ലമ്മേ, അവൻ ഒഴിയാൻ ഭാവിച്ചു. സാരമുണ്ട്. ആജ്ഞാഭാവത്തിലായിരുന്നു ആ ശബ്ദം. രഘുറാം മിണ്ടിയില്ല. ജോസേട്ടൻ്റെ കടയിൽ പോയി ഫോൺ എടുക്കണം, സിദ്ധാർത്ഥൻ ഓർത്തു. വീട്ടിൽ നിന്നോ വിസ്മയോ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ എന്നറിയണം. അവർ റോഡിലെത്തി. പെട്ടെന്ന് പോലീസിൻ്റെ ഒരു ഇന്നോവ ഇരമ്പിപ്പാഞ്ഞു വന്നു. അതിന് പിന്നിൽ നീല ചായം അടിച്ച 2 ബസ്സുകൾ. എവിടെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. രഘുറാം പിറുപിറുത്തു. സിദ്ധാർത്ഥൻ്റെ നെറ്റി ചൊളിഞ്ഞു. പക്ഷേ
ഇന്നോവ സഡൻ ബ്രേക്കിട്ട് അവരുടെ മുന്നിൽ നിന്നു. തൊട്ടു പിന്നാലെ ബസ്സുകളും. ഇന്നോവയിൽ നിന്ന് റൂറൽ SP ഫ്രെഡി അയ്യപ്പ് ഇറങ്ങി. സിദ്ധാർത്ഥൻ അയാളെ തുറച്ചു നോക്കി. ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയ പോലീസുകാർ നിമിഷത്തിനുള്ളിൽ അവരെ വളഞ്ഞു. ടെഹ്റാം ഭയന്നുപോയി. സിദ്ധാർത്ഥൻ മുതലാളി എങ്ങോട്ടാ? ഫ്രെഡിയുടെ ശബ്ദത്തിൽ പരിഹാസം. പണിക്ക്. അവൻ പതർച്ചയില്ലാതെ പറഞ്ഞു. നിനക്ക് ഞാൻ പണി തരാമടാ മോനെ. ഫ്രെഡി അയ്യപ്പ് വിളിച്ചത് പച്ചത്തെറിയാണ്. സർ. ടെഹ്റാം എന്തോ പറയാനാഞ്ഞു. മിണ്ടരുത്. അയാൾ കെയിൻ ചൂണ്ടി. പിന്നെ സിദ്ധാർത്ഥൻ്റെ കയ്യിൽ പിടിച്ചു. അണ്ടർ അറസ്റ്റ്. എന്തിന്? അവൻ കൈ കുടഞ്ഞു. പറഞ്ഞു തരും പറയേണ്ട സമയത്ത്. അയാൾ അവനെ പോലീസ് വ്യൂഹത്തിന് നേർക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത ഭാഗം നാളെ.